വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്സ് ഉള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ദ കൊളോക്കി ഓഫ് ആൽഫ്രിക് ഓഫ് എയ്ൻഷാം, Feudalism and social status, the feudal pyramid, the status of women, the church, the connection between church and state, Thomas Becket, Archbishop of Canterbury, Heresy, Papal authority, Wycliffe and Lollards എന്നീ ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. Aelfric of Eynsham Colloquy was part of a series of educational works. ഈ ഒരു എഡ്യൂക്കേഷണൽ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഹിസ് ഗ്രാമർ ആൻഡ് ഗ്ലോസറി. ഈ ഒരു വർക്ക് എന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1992-ൻ്റെയും 2002-ൻ്റെയും ഇടയിലാണ്. വെൻ ഹി വാസ് മോങ്ക് ആൻഡ് മാസ് പ്രീസ്റ്റ് അറ്റ് കൻ അബ്ബാസ്. ഓൾഡ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഈ രണ്ട് ലിറ്ററേച്ചറിലും ഫ്യൂഡലിസം എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ്ലി ഷേപ്പ്ഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ദ ഡെപ്പിക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സൊസൈറ്റൽ നോംസ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ക്യാരക്ടേഴ്സിൻ്റെയും സൊസൈറ്റൽ നോംസിൻ്റെയും ഡെപ്പിക്ഷനാണ്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് പ്രൈമർലി റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് മോർ ഡീസെൻട്രലൈസ്ഡ് കിങ് റിട്ടൈനർ സിസ്റ്റമാണ്. ദ നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് ദ എൻഷ്യൂയിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇംഗ്ലണ്ട് ഒക്കെയാണ് ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. മാർക്കഡ് എ മേജർ ഷിഫ്റ്റ് ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ദെൻ റിഫ്ലക്റ്റ് ഇൻ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ദ കിങ് റിട്ടൈനർ സിസ്റ്റം ലിമിറ്റഡ് ഫ്യൂഡലിസം. ഓൾഡ് ഇംഗ്ലീഷ് സൊസൈറ്റി എന്നുള്ളത് വൈൽ നോട്ട് ഫുള്ളി ഫ്യൂഡൽ ഡിഡ് ഫ്യൂച്ചർ എ കിങ് റിട്ടൈനർ സിസ്റ്റം വിത്ത് കിങ് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് ടു ലോയൽ ഫോളോവേഴ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദർ സർവീസ് ആൻഡ് ലോയാലിറ്റി. സർവീസിലും ലോയാലിറ്റി എക്സ്ചേഞ്ചിലൊക്കെ ലോയൽ ഫോളോവേഴ്സിന് അദ്ദേഹം ഈ ഒരു കിങ് പറയുന്നത് ലാൻഡ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഹൈറാർക്കി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്നുള്ളത് സ്റ്റിൽ ക്രിയേറ്റഡ് എ സോഷ്യൽ ഹൈറാർക്കി ബട്ട് ഇറ്റ് വാസ് നോട്ട് ആസ് റിജിഡ് ആസ് ദ ലാറ്റർ ഫ്യൂഡൽ സ്ട്രക്ചർ. ലോയാലിറ്റി ആൻഡ് കറേജ് ആണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലൈക്ക് ബിയോൾഫ് ഓഫ്റ്റൻ എംബസൈസ് ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ലോയാലിറ്റി, കറേജ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കിങ്സ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഓർഡർ. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിങ്ങിനുള്ള റോളിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഈ ഒരു വർക്കിലൂടെ എംബസൈസ് ചെയ്യുന്നുള്ളത്. ഡിക്ലൈൻ ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്. നോർമൻ കോൺക്വസ്റ്റ് 1666 ഉണ്ടായിട്ടുള്ള നോർമൻ കോൺക്വസ്റ്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് ഇംഗ്ലീഷിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഇൻഫ്ലുവൻസിൻ്റെ ഇൻട്രൊഡക്ഷനും ഉണ്ടാകുന്നുണ്ട്. ലിറ്റററി ലാൻഡ്സ്കേപ്പിൽ തന്നെ ഇമ്പാക്റ്റ് വരികയും ചെയ്യുന്നുണ്ട്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ദ റൈസ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡൽ സ്ട്രക്ചർ എന്നുള്ളത് നോർമൻ കോൺക്വസ്റ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത് മോർ ഫോമൽ ഫ്യൂഡൽ സിസ്റ്റം ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ മോർ ഫോമലായിട്ടുള്ള ഫ്യൂഡൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത് നോർമൻ കോൺക്വസ്റ്റ് ആണ്. വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ് ഫോളോഡ് ബൈ നോബിൾസ്, നെയ്ഡ്സ് ആൻഡ് പെസൻസ്. കിങ് ആയിരിക്കും ആ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൽ ടോപ്പായിട്ടുണ്ടാവുന്നത്. ആ ഒരു കിങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ട് നോബിൾസ്, നെയ്ഡ്സ് ആൻഡ് പെസൻസ്. ഇനി ലാൻഡ് ആസ് പവർ. ഫ്യൂഡലിസം എന്നുള്ളത് മെയ്ഡ് ലാൻഡ് ദ പ്രൈമറി സോഴ്സ് ഓഫ് വെൽത്ത് ആൻഡ് പവർ. ലാൻഡ് എന്നുള്ളത് വെൽത്തിൻ്റെയും പവറിൻ്റെയും പ്രൈമറി സോഴ്സ് ആയിട്ടാണ് ഫ്യൂഡലിസത്തിൽ മെയ്ഡ് ചെയ്യുന്നുള്ളത്. ഇൻഫ്ലുവൻസിങ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് ആൻഡ് എക്കണോമിക് റിലേഷൻസ്. സോഷ്യൽ ക്ലാസ്സസ് എന്നുള്ളത് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് റൈസ് ഓഫ് ദ നോബിൾ ക്ലാസ് ആൻഡ് ദർ റെസ്പോൺസിബിലിറ്റീസ്. നോബിൾ ക്ലാസ്സിനെയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീനെയൊക്കെയാണ് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ പെസൻറ്റ് ക്ലാസ്സിൻ്റെ ദുരന്തങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ആസ് ടൈഡ് ടു ദ ലാൻഡ് ആൻഡ് സബ്ജക്ട് ടു ദ ലോർഡ്സ് അതോറിറ്റി ഒക്കെയാണ് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഇൻഫ്ലുവൻസ് ഓഫ് ഷിവൽറി. ഷിവൽറി എന്നുള്ളത് എ കോഡ് ഓഫ് കണ്ടക്ട് അസോസിയേറ്റഡ് വിത്ത് ദ മെഡീവൽ നൈറ്റ്ലി ക്ലാസ് എമർജ് ചെയ്യുന്നുണ്ട് ആൻഡ് ബിക്കം ആൻ ഇമ്പോർട്ടൻസ് തീം ഇൻ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തീമാണ് ഷിവൽറി എന്നുള്ളത്. എക്സംപ്ലിഫൈഡ് ബൈ ഓർദറിയൻ ലെജൻസ് ആൻഡ് കോർട്ട്ലി ലവ്. ഫ്യൂഡൽ പിരമിഡ് എന്നുള്ളത് ഹൈറാർക്കിയൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്. പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ബോത്ത് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് വാസ് ഓൺ ഹീറോയിക് എപ്പിക് പോയട്രി ആൻഡ് എലഗീസ്.
റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ വാല്യൂസ് ഓഫ് എ വാരിയർ സൊസൈറ്റി വിത്ത് എ ഹൈറാർക്കൽ സ്ട്രക്ചർ. ഓൾഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് എന്നുള്ളത് ഡിഡ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡെപ്പിക്ട് ദ ഫ്യൂഡൽ പിരമിഡ് ആസ് എ റിജിഡ് സ്ട്രക്ചർ. ദ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ സോഷ്യൽ ഇനിക്വാലിറ്റീസ് ആൻഡ് പവർ ഡൈനാമിക്സ് ഇൻഹെറൻറ്റ് ഇൻ ദ സിസ്റ്റം. ദ കോൺട്രാസ്റ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എമേർജ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ ഇംഗ്ലണ്ട്. മോർ എക്സ്പ്ലിസിറ്റ്ലി അഡ്രസ് ചെയ്യുന്നുണ്ട് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഫ്യൂഡലിസം. ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് themes of courtly love, chivalry, and the struggles of different social classes. Old English literature, limited direct representation. Old English text എന്നുള്ളത് while reflect ചെയ്യുന്നുണ്ട് the hierarchical structure of the time did not explicitly depict the feudal pyramid as a formal concept. ഫോക്കസ് ചെയ്യുന്നുള്ളത് on heroic values. Heroic poetry like Beowulf celebrate ചെയ്യുന്നുണ്ട് heroic leaders and their warriors. Highlight ചെയ്യുന്നുണ്ട് a social hierarchy where a king or leader held significant power and influence. ഈ ഒരു വർക്കിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്? സോഷ്യൽ ഹൈറാർക്കിയിൽ കിങ് അല്ലെങ്കിൽ ലീഡർ എന്നുള്ളത് പവർ ആയിക്കോട്ടെ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഹെൽഡ് ചെയ്യുന്നുള്ളത്. സോഷ്യൽ ഇനീക്വാലിറ്റി വൈൽ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഫ്യൂഡൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് ഹിൻഡഡ് അറ്റ് സോഷ്യൽ ഇനീക്വാലിറ്റി വിത്ത് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റൂളിംഗ് ക്ലാസ് ആൻഡ് ദ കോമൺ ഫോക്ക്. റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ തീംസ് എന്നുള്ളത് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസസ് ലൈക്ക് ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ഓൾസോ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ സോഷ്യൽ ഓർഡർ ഓഫ് ദ ടൈം വിത്ത് ദ ക്ലർജി ഹോൾഡ് ചെയ്യുന്നുണ്ട് എ പൊസിഷൻ ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് അക്കോർഡിംഗ് ടു ഹ്യൂമാനിറ്റീസ് ലിബർ ടെക്സ്റ്റ്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തോക്കാണെങ്കിൽ എക്സ്പ്ലിസിറ്റ് റിപ്രസെൻറ്റേഷൻ ഓഫ് ഫ്യൂഡലിസം. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എസ്പെഷ്യലി ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം മോർ എക്സ്പ്ലിസിറ്റ്ലി അഡ്രസ് ചെയ്യുന്നുണ്ട് ദ ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളത് ഫ്യൂഡൽ സിസ്റ്റത്തെ പറ്റിയിട്ടും അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നുള്ളത്. കോർട്ട്ലി ലവ് ആൻഡ് ഷിവൽറി, റൊമാൻസസ് ലൈക്ക് സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് കോർട്ട്ലി ലവ് ആൻഡ് ഷിവൽറി വിച്ച് വർ സെൻട്രൽ ടു ദ ഫ്യൂഡൽ അരിസ്റ്റോക്രസീസ് വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്. സോഷ്യൽ ക്ലാസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ദ കാൻറ്റർബറി ടെയിൽസ് ബൈ ജെഫ്രി ചോസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ ഡീറ്റെയിൽഡ് ഡെപ്പിക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ classes from the nobility to the peasantry and the roles within a feudal system. ഈ ഒരു വർക്കിൽ എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്? ഇത് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. ആര് തൊട്ട് നൊബിലിറ്റി തൊട്ട് പെസൻട്രി വരെയുള്ള ആ ഒരു ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡെപ്പിക്ഷനാണെന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂഡൽ സിസ്റ്റത്തിലുള്ള റോൾസിനെ പറ്റിയിട്ടും ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നുള്ളത്. Both Old English and Medieval English literature, women's status and portrayal were generally subservient to men, reflecting a patriarchal society where women were often relegated to symbolic or functional roles. While Old English literature sometimes present in the queens or powerful women in advisory roles, the overall depiction leaned towards women as wives, mothers, or peacemakers. ഓവറോൾ ഡെപ്പിക്ഷൻ എടുത്തോക്കാണെങ്കിൽ എന്താണ് വുമൺ എന്നുള്ളത് വൈഫ്സ് അതുപോലെ തന്നെ മദർ അല്ലെങ്കിൽ പീസ് മേക്കേഴ്സൊക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ചില വർക്ക്സിൽ എന്താണ് വുമൺ എന്നുള്ളത് പവർഫുൾ വുമൺ അല്ലെങ്കിൽ ക്യൂൺസ് ആയിട്ടൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. ഓഫ്റ്റൻ ഫുൾഫില്ലിംഗ് റോൾസ് ദാറ്റ് മെയിൻറ്റെയിൻഡ് സോഷ്യൽ ഓർഡർ. ഇൻ മെഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ദിസ് ട്രെൻഡ് continued with women frequently portrayed as tricksters, witches or other archetypes that challenged societal norms. മെഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തോക്കാണെങ്കിൽ വുമൺ എന്നുള്ളത് പതിവായിട്ടും പോർട്രേ ചെയ്യുന്നുള്ളത് ട്രിക്സ്റ്റേഴ്സ് വിച്ചസ് ആയിട്ടൊക്കെയാണ്. Yet their power was often viewed with a suspicion or as a form of manipulation. Old English literature എന്നുള്ളത് symbolic and functional roles. Women in Old English literature were often depicted as peacemakers, wives or mothers, playing a crucial role in maintaining political and familial harmony. ഫാമിലിയൽ ഹാർമണി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്രൂഷ്യൽ റോൾ തന്നെ ഈ ഒരു വുമൺ വഹിക്കുന്നുണ്ട്. ക്യൂൺലി പവർ എന്നുള്ളത് ചില ഓൾഡ് ഇംഗ്ലീഷ് വർക്ക്സിൽ ഷോക്കേസ്ഡ് ക്യൂൺസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് പവറിൽ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് Wycliffe in Beowulf. Thus instances were often expectations rather than the rule. The church profoundly influenced both Old English and Middle English literature. Church ennulla serve ചെയ്യുന്നത് as a major source of literary themes, content and even the physical form of the text.
ഈ ഒരു ചേർച്ച് എന്നുള്ളത് ലിറ്റററി തീംസിലൊക്കെ ഒരു മേജർ സോഴ്സ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നുള്ളത്. ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ദ ചേർച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിസർവിങ് ആൻഡ് റൈറ്റിംഗ് റിലീജിയസ് ടെക്സ്റ്റ്. ചേർച്ച് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് എഴുതുന്ന കാര്യമായിക്കോട്ടെ പ്രിസർവ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ചേർച്ച് എന്നുള്ളത് റെസ്പോൺസിബിൾ ആണ്. ആസ് വെൽ ആസ് അഡാപ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ഇൻ മിഡിൽ ഇംഗ്ലീഷ് ദ ചേർച്ചസ് ഇൻഫ്ലുവൻസ് കണ്ടിന്യൂഡ് ഷേപ്പിംഗ് തീംസ് ടെയിൽസ് ആൻഡ് ഈവൻ ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് മൊണാസ്റ്റിസിസം ആൻഡ് ലിറ്ററസി. ദ ചേർച്ച് ത്രോ മൊണാസ്റ്ററീസ് വാസ് എ പ്രൈമറി സെൻറ്റർ ഫോർ ലിറ്ററസി ആൻഡ് ദ പ്രിസർവേഷൻ ഓഫ് ലിറ്ററേച്ചർ. മോങ്സ് റോട്ട് ആൻഡ് കോപ്പീഡ് റിലീജിയസ് ടെക്സ്റ്റ്. മോങ്സ് ആണ് എന്ത് ചെയ്യുന്നുള്ളത് റിലീജിയസ് ടെക്സ്റ്റ് എഴുതുകയും കോപ്പി ചെയ്യുകയും ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് പ്രോസിലും പോയട്രിയിലും ഒരു ഡെവലപ്മെൻറ്റ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയസ് തീംസ് എന്നുള്ളത് ഒരുപാട് ഓൾഡ് ഇംഗ്ലീഷ് പോയംസ് ലൈക്ക് ദോസ് ഫൗണ്ട് ഇൻ ദ എക്സ്റ്റർ ബുക്ക് ആൻഡ് ജൂനിയേഴ്സ് മാനുസ്ക്രിപ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ബൈബിളിക്കൽ നറേറ്റീവ്സ് ആൻഡ് റിലീജിയസ് തീംസ്. ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ചേർച്ചസ് റോൾ ഇൻ ഷേപ്പിംഗ് ലിറ്റററി കണ്ടൻറ്റ്. ലിറ്റററി ഫോംസ് ക്രിസ്ത്യൻ റൈറ്റേഴ്സ് പ്രിസർവ് ചെയ്യുന്നുണ്ട് പാഗൻ ലിറ്ററേച്ചർ അലോങ് സൈഡ് ദർ ഓൺ വർക്ക്സ് ആൻഡ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസസ് ലെഡ് ടു ന്യൂ പോയറ്റിക് ഫോംസ് ആൻഡ് തീംസ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ്. ക്രിസ്ത്യൻ റൈറ്റേഴ്സ് എന്താണ് പ്രിസർവ് ചെയ്യുന്നുള്ളത് പാഗൻ ലിറ്ററേച്ചറാണ് പ്രിസർവ് ചെയ്യുന്നുള്ളത്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് ഡോമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ ചേർച്ച് വാസ് ദ മോസ്റ്റ് ഡോമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ മിഡീവൽ ലൈഫ്. മിഡീവൽ ലൈഫിലുള്ള മോസ്റ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചേർച്ച് എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് പെർമീറ്റഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് ലിറ്ററേച്ചർ. റിലീജിയസ് ലിറ്ററേച്ചർ എന്നുള്ളത് റിമൈൻഡ് പോപ്പുലർ വിത്ത് ഹാഗിയോഗ്രാഫീസ് ബൈബിൾ ട്രാൻസ്ലേഷൻസ് ആൻഡ് ഡിവോഷണൽ വർക്ക്സ് ബിക്കമിങ് കോമൺ. ഈ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ ഡിവോഷണൽ വർക്ക്സ് ഒക്കെ എന്താണ് കോമൺ ആയിട്ടാണുള്ളത്. ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ്. ചേർച്ചിന് ഇൻഫ്ലുവൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ഇംഗ്ലീഷ് ആസ് എ ലിറ്റററി ലാംഗ്വേജ് പെർട്ടിക്കുലർലി വിത്ത് ദ റൈസ് ഓഫ് വേർണാക്കുലർ ലിറ്ററേച്ചർ ആൻഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് റിലീജിയസ് ടെക്സ്റ്റ്. റിലീജിയസ് അലിഗറീസ് ആൻഡ് മോറൽ ടീച്ചിങ്സ്. മച്ച് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എസ്പെഷ്യലി ഇൻ അലിഗറിക്കൽ വർക്ക്സ് ലൈക്ക് പിയേഴ്സ് പ്ലോമാൻ യൂസ് ചെയ്യുന്നുണ്ട് റിലീജിയസ് അലിഗറീസ് ആൻഡ് മോറൽ ടീച്ചിങ്സ് ടു എക്സ്പ്ലോർ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് റിലീജിയസ് തീംസ്. കീ ഡിഫറൻസ് എടുത്തൊക്കെയാണെങ്കിൽ ഓറൽ വിയേഴ്സ് റിട്ടേൺ ട്രഡീഷൻ. ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വാസ് പ്രൈമർലി ഓറൽ ആയിരുന്നു വിത്ത് ഓറൽ പെർഫോമൻസ് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ആസ് ദ മെയിൻ ഫോംസ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി മിഡിൽ ഇംഗ്ലീഷ് എടുത്തൊക്കെയാണെങ്കിൽ ദ പ്രിൻറ്റിംഗ് പ്രസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡർഡൈസ് ദ ലാംഗ്വേജ് ആൻഡ് ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ലിറ്ററേച്ചർ. റിലേഷൻ ബിറ്റ്വീൻ ചേർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് ഇൻ്റർവൈൻഡ് ആൻഡ് കോംപ്ലക്സ് ത്രോട്ട് ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ചേർച്ച് എന്നുള്ളത് വാസ് എ പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി കൾച്ചർ. ഈ ഒരു ചേർച്ച് എന്നുള്ളത് സൊസൈറ്റീൻ്റെയും കൾച്ചറിൻ്റെയും ഡെവലപ്മെൻറ്റിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു ചേർച്ച് എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ലിറ്ററേച്ചർ വാസ് പ്രിഫൗണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചേർച്ചിൻ്റെ ഡോമിനൻസ് എടുത്തൊക്കെയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ചേർച്ചിൻ്റെ ഡോമിനൻസ് 7th തൊട്ട് 11th വരെയുള്ള സെഞ്ച്വറീസിലുള്ള ആ ഒരു ഡോമിനൻസ് എടുത്തൊക്കെയാണെങ്കിൽ ചേർച്ച് എന്നുള്ളത് പ്ലേഡ് എ സെൻട്രൽ റോൾ ഇൻ ഷേപ്പിംഗ് ഓൾഡ് ഇംഗ്ലീഷ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ടു ദ ആർട്സ് ഇൻക്ലൂഡിംഗ് ലിറ്ററേച്ചർ. ലിറ്ററസി ആൻഡ് മൊണാസ്റ്റിസിസം. ലിറ്ററസി വാസ് ലാർജ്ലി കൺട്രോൾഡ് ബൈ ദ ചേർച്ചാണ് എന്ത് ചെയ്യുന്നുള്ളത് ലാർജ്ലി ലിറ്ററസീനെ കൺട്രോൾ ചെയ്യുന്നുള്ളത്. വിത്ത് മോങ്സ് ആൻഡ് നൺസ് എന്ത് ചെയ്യുന്നുണ്ട് സെർവ് ചെയ്യുന്നുണ്ട് ആസ് സ്ക്രൈബ്സ് ആൻഡ് പ്രിസർവ് ചെയ്യുന്നുണ്ട് നോളജ്. റിലീജിയസ് തീംസ് എന്നുള്ളത് മച്ച് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പെർട്ടിക്കുലർലി പ്രോസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ റിലീജിയസ് ടോപ്പിക്സ് ലൈക്ക് ദ ബൈബിൾ സെയിൻസ് ലൈവ്സ് ആൻഡ് ഹോമിലീസ്. ക്രിസ്ത്യനൈസേഷൻ. സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിങ് ദ 7th century ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലിറ്ററസി ആൻഡ് പ്രിഫോൺലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഈ ഒരു ഇംഗ്ലണ്ടിൽ 7th century ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് കാരണമായിട്ട് ലിറ്ററസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണമായിട്ട് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്മെൻ്റ് എന്ന ഇമ്പാക്റ്റ് വരാൻ ചെയ്യുന്നുള്ളത്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ continued church influence.
ചേർച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ടു ബി എ ഡോമിനൻറ്റ് ഫോഴ്സ് ഇൻ മിഡിൽ ഇംഗ്ലീഷ് സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ. മിഡിൽ ഇംഗ്ലീഷ് സൊസൈറ്റിയിലും ലിറ്ററേച്ചറിലും ചേർച്ച് എന്നുള്ളത് ഒരു ഡോമിനൻറ്റ് ഫോഴ്സ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. സോ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ബിഗൻ ടു ബി ചലഞ്ചഡ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെല്ലുവിളിയായിട്ട് തന്നെ മാറുന്നുണ്ട്. തിയോളജി ആൻഡ് എത്തിക്സ്. മിഡീവൽ ലിറ്ററേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ ഡോമിനൻറ്റ് തിയോളജിക്കൽ ആൻഡ് എത്തിക്കൽ ബിലീഫ്സ് ഓഫ് ദ ചേർച്ച്. ചേർച്ചിൻ്റെ എത്തിക്കൽ ബിലീഫ്സിനെയും ഡോമിനൻറ്റ് തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മിഡീവൽ ലിറ്ററേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. വിത്ത് തീംസ് ഓഫ് ഗുഡ് വിയസ്, എവിൽ, സാൽവേഷൻ ആൻഡ് ദ ആഫ്റ്റർ ലൈഫ്. ഇതൊക്കെയാണ് മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള തീംസ്. ഇനി റിലീജിയസ് അലിഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക്സ് ലൈക്ക് ദ ഡ്രീം ഓഫ് ദ റൂഡ് യൂസ് ചെയ്യുന്നുണ്ട് റിലീജിയസ് അലിഗറി ടു എക്സ്പ്ലോർ മോറൽ ആൻഡ് സ്പിരിച്വൽ കൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിലീജിയസ് അലിഗറി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിമാൻഡ് ഫോർ ഡിവോഷണൽ ലിറ്ററസി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ ഒരു പീരിയഡിൽ ലിറ്ററസി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എ ഡിമാൻഡ് ഫോർ ഡിവോഷണൽ ലിറ്ററേച്ചർ ദാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടു ബോത്ത് ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്. ഈ ഒരു ഡിവോഷണൽ ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ചേർച്ച് ആൻഡ് സ്റ്റേറ്റ് ടെൻഷൻസ്. As secular kingdoms gained power, a power struggle arose between the church and state over ultimate authority. ഈ ഒരു ടെൻഷൻ ഈസ് എവിഡൻറ്റ് ഇൻ ലിറ്ററേച്ചർ ആസ് വെൽ വിത്ത് വർക്ക്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവൈൻ ആൻഡ് സെക്യുലർ അതോറിറ്റി. ഡിവൈൻ്റെയും അതുപോലെ തന്നെ സെക്യുലർ അതോറിറ്റീൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനിൽ നമുക്ക് കാണാൻ പറ്റും റൈസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ലൈക്ക് തോമസ് ബെക്കറ്റ്, ദ കൺസെപ്റ്റ് ഓഫ് പാപ്പൽ അതോറിറ്റി, ഹെറസി ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജോൺ വൈക്ലിഫ് ആൻഡ് ദ ലൊല്ലാർഡ്സ്. തോമസ് ബെക്കറ്റിൻ്റെ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി എന്ന റോളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിങ് ഹെൻറി സെക്കൻഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ആണ് ഈ ഒരു പാപ്പൽ അതോറിറ്റി, ഇംഗ്ലണ്ടിലുള്ള പാപ്പൽ അതോറിറ്റി സ്ട്രഗിളിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. ഇനി വൈക്ലിഫ്സിൻ്റെ ടീച്ചിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിച്ച് ക്വസ്റ്റ്യൻഡ് പാപ്പൽ അതോറിറ്റി. ഈ ഒരു ടീച്ചിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പാപ്പൽ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വേർ സീൻ ആസ് ഹെററ്റിക്കൽ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ലൊല്ലാർഡ്സ്. ലൊല്ലാർഡ്സ് എന്നുള്ളത് എ ഗ്രൂപ്പ് ദാറ്റ് ചലഞ്ചർ ദ എസ്റ്റാബ്ലിഷ്ഡ് ചേർച്ച് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചേർച്ചിനെയും അതിൻ്റെ പ്രാക്ടീസസിനെയും ചലഞ്ച് ചെയ്യുന്നുള്ള ഗ്രൂപ്പാണ് ലൊല്ലാർഡ്സ് എന്നുള്ളത്. ദിസ് ടീംസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇൻ വാരിയസ് ഫോംസ് ഓഫ് മിഡീവൽ ലിറ്ററേച്ചർ ഇൻക്ലൂഡിങ് ക്രോണിക്കിൾസ്, റിലീജിയസ് റൈറ്റിംഗ്സ് ആൻഡ് ലാറ്റർ വർക്ക്സ് ലൈക്ക് ചോസേഴ്സ് കാൻറ്റർബറി ടെയിൽസ്. തോമസ് ബെക്കറ്റ് ആൻഡ് പാപ്പൽ അതോറിറ്റി. Becket, the Archbishop of Canterbury, was a central figure in the conflict between the church and crown. ചേർച്ചും ക്രൗണും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലെ സെൻട്രൽ ഫിഗറാണ് തോമസ് ബെക്കറ്റ് എന്നുള്ളത്. പെർട്ടിക്കുലർലി വിത്ത് കിങ് ഹെൻറി സെക്കൻഡ്. ദിസ് കോൺഫ്ലിക്റ്റ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ലാർജ്ലി അബൌട്ട് ദ കൺട്രോൾ ഓഫ് ദ ചേർച്ചിനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പാപ്പൽ പവർ ഇൻ ഇംഗ്ലണ്ടിൽ പാപ്പൽ പവറിൻ്റെ എക്സ്റ്റെൻറ്റും ഈ ഒരു കോൺഫ്ലിക്റ്റിനൊരു കാരണമാണ്. ബെക്കറ്റിൻ്റെ മരണം എന്നുള്ളത് 1170 ഉണ്ടായിട്ടുള്ളത്. ഫെർദർ സെമെൻറ്റഡ് ഹിസ് പൊസിഷൻ ആസ് എ മെറിറ്റർ ആൻഡ് റീഇൻഫോഴ്സ്ഡ് ദ ചേർച്ചസ് ക്ലെയിം ടു ഇൻഡിപെൻഡൻസ് ഫ്രം ദ മൊണാക്കി. മൊണാക്കിയിൽ നിന്നും ചേർച്ചിനെ ഇൻഡിപെൻഡൻസ് ചെയ്യാൻ വേണ്ടി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ബെക്കറ്റ്സ് കാനോണൈസേഷൻ ആസ് എ സെയിൻറ്റ് സോളിഡിഫൈഡ് ദ ഇമേജ് ഓഫ് ഹിം ആസ് എ ഡിഫൻഡർ ഓഫ് ദ ചേർച്ചസ് അതോറിറ്റി അഗെയിൻസ്റ്റ് ദ കിങ്. ഇനി ഹെറസി ആൻഡ് ദ ചേർച്ച്. കൺസെപ്റ്റ് ഓഫ് ഹെറസി അല്ലെങ്കിൽ ബിലീഫ്സ് എന്നുള്ളത് കോൺട്രാഡിക്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ചേർച്ച് ഡോക്ട്രൈൻ പ്ലേ ചെയ്യുന്നുണ്ട് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ മിഡീവൽ പീരിയഡ്. വൈക്ലിഫ്സ് ടീച്ചിങ്സ് എന്നുള്ളത് പെർട്ടിക്കുലർലി ഹിസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ഉള്ളത് were considered heretical by some leading to his condemnation. വൈക്ലിഫ്സ് ഫോളോവേഴ്സ് നോൺ ആസ് ലൊല്ലാർഡ്സ്. വൈക്ലിഫ്സിനെ ഫോളോ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ലൊല്ലാർഡ്സ് എന്നുള്ളത്. become prominent figures in the religious and social landscape of late medieval England. ലേറ്റ് മീഡിയവൽ ഇംഗ്ലണ്ടിൽ റിലീജിയസും അതുപോലെ തന്നെ സോഷ്യൽ ലാൻഡ്സ്കേപ്പുമായിട്ട് പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് ഈ ഒരു ലൊല്ലാർഡ്സ് മാറുന്നുള്ളത്. ഇനി ജോൺ വൈക്ലിഫ് ആൻഡ് ദ ലൊല്ലാർഡ്സ്. ജോൺ വൈക്ലിഫ് എന്നുള്ളത് എ സ്കോളർ ആൻഡ് തിയോളജിയൻ അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കോളറും അതുപോലെ തന്നെ തിയോളജിയനുമാണ്. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ദ അതോറിറ്റി ഓഫ് ദ പോപ്പ് ആൻഡ് ദ ചേർച്ചസ് പ്രാക്ടീസസ്. ഇദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുള്ളത് എന്തിനൊക്കെയാണ്,
അതോറിറ്റി ഓഫ് ദ പോപ്പും അതുപോലെ തന്നെ ചേർച്ചിൻ്റെ പ്രാക്ടീസിനെയാണ്. അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത് ഇൻ ദ സുപ്രീമസി ഓഫ് സ്ക്രിപ്ചർ ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ എ മോർ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗോഡ്. അദ്ദേഹം വാദിക്കുന്നുള്ളത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ഇൻഡിവിജ്വൽസും ഗോഡും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് എന്നുള്ളത് പെർട്ടിക്കുലർലി അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്നുള്ളത് വേർ സീൻ ആസ് എ ത്രെറ്റ് ടു ദ ചർച്ചസ് അതോറിറ്റി. ഈ ഒരു ട്രാൻസ്ലേഷൻ എന്താണ്? ചേർച്ചിൻ്റെ ആ ഒരു അധികാരത്തിന് ഭീഷണിയായിട്ടാണ് മാറുന്നുള്ളത്. ആൻഡ് വേർ കൺസിഡേർഡ് ഹെററ്റിക്കൽ. ഹെററ്റിക്കൽ എന്ന വേർഡ്സ് കൂടുതലായിട്ടും വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്നുള്ളത് മതവിരുദ്ധമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. ഇനി വൈക്ലിഫ്സ് ഫോളോവേഴ്സ് ദ ലൊല്ലാർഡ്സ് എന്നുള്ളത് സോ ടു റിഫോം ദ ചേർച്ച് ആൻഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ എ റിട്ടേൺ ടു ദ ടീച്ചിങ്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ടീച്ചിങ്സിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളത്, വാദിക്കുന്നുള്ളത്. പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്സിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈക്ലിഫ്സിൻ്റെ ഫോളോവേഴ്സ് അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് മെഡീവൽ ലിറ്ററേച്ചർ. റൈസ് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ്, അലോ ചെയ്യുന്നുണ്ട് ഫോർ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിലീജിയസ് തീംസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. വർക്ക്സ് ലൈക്സ് ദ കാൻറ്റർബറി ടൈൽസ് ബൈ ജെഫ്രി ചോസർ ഓഫർ ചെയ്യുന്നുണ്ട് ഇൻസൈറ്റ്സ് ഇൻ ടു ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ലാൻഡ്സ്കേപ്പ് ഓഫ് ലേറ്റ് മീഡീവൽ ഇംഗ്ലണ്ട്. റിലീജിയസ് റൈറ്റിങ്സ് അതുപോലെ തന്നെ ഡിവോഷണൽ ടെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ ചലഞ്ചസ് ടു എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് അതോറിറ്റി ആൻഡ് ദ എമർജൻസ് ഓഫ് ന്യൂ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്. ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫെയ്ത്ത് എമർജൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. റിലീജിയസ് റൈറ്റിങ്സും അതുപോലെ തന്നെ ഡിവോഷണൽ ടെക്സ്റ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണമായിട്ട്. ക്രോണിക്കിൾസ് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. ബെക്കറ്റ്സിൻ്റെ ലൈഫും അതുപോലെ തന്നെ ഡെത്തിനും സറൗണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ക്രോണിക്കിൾസും ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുള്ളത്. ആസ് വെൽ ആസ് ദ റൈസ് ഓഫ് ദ ലൊല്ലാർഡ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Then stay connected and keep supporting this channel for more videos about BA English classes.